നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഐ എം സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ. അപ്പം ഓരോ ദിവസം കഴിയും തോറും ഓരോരോ ആളുകളുടെ റെസ്പോൺസും കമൻസും ഒക്കെ പേഴ്സണലായും അല്ലാതെയും ഒക്കെ വരുന്നുണ്ട്. വളരെ സന്തോഷം. ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു സബ്ജക്റ്റ് എത്തുന്നു എന്നറിയുന്നതിൽ സന്തോഷം. ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇതിനൊക്കെ നമുക്ക് തന്നെ സൊല്യൂഷൻ കണ്ടെത്താം. അങ്ങനെയൊരു മൈൻഡിലേക്ക് നമുക്ക് പോകാം, നമ്മൾ മൈൻഡിനെ മാറ്റാം എന്നൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനൽ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അറിഞ്ഞ് വിളിക്കാറുണ്ട്, കോഴ്സിലേക്ക് ചേരുന്നുണ്ട്, കോഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ അവർ എഫേർട്ട് എടുത്ത് അവരുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി അവർ ശ്രമിക്കാറുണ്ട് ആത്മാർത്ഥമായി. അങ്ങനെ ശ്രമിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഓക്കെ, അപ്പം ഇന്നെനിക്ക് പറയാനുള്ളത് ഒരു പുതിയ ടെക്നിക്കാണ്. വേറെ ഒന്നുമല്ല, ഇതിന് വേണ്ടത് നമ്മളിപ്പോൾ ഈ സ്റ്റേഷനറി കടകളിൽ നിന്നൊക്കെ കിട്ടും നമുക്ക് പല ടൈപ്സ് ഓഫ് കളറുള്ള പേപ്പേഴ്സ്. അപ്പം അതിൽ പച്ച പേപ്പർ, ഗ്രീൻ കളർ പേപ്പർ മേടിക്കുക. നിങ്ങൾ ഗ്രീൻ കളർ പേപ്പർ മേടിക്കുക. അപ്പം ഇങ്ങനെ ആ ഒരു പേപ്പർ നിങ്ങൾ വാങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പിൽ, ഇത് വെള്ളയാണ്, എൻ്റെ കയ്യിൽ പച്ചയില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ഡെമോൺസ്ട്രേഷന് വേണ്ടി കാണിക്കുകയാണ്. ഇങ്ങനെ ഒരു കഷ്ണം പേപ്പർ എന്ത് ചെയ്യുക, പച്ച കഷ്ണം പേപ്പർ നിങ്ങൾ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു ആഗ്രഹം അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക മക്കളെ. നിങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങളതിൽ എഴുതി വെക്കുക. എങ്ങനെ? പ്രസൻറ്റ് ഫോമിൽ നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് എഴുതി വെക്കുക. നടക്കുന്നോ നടന്നു കഴിഞ്ഞു എന്ന രീതിയിലല്ല. എങ്ങനെ? ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യുക, നടക്കുന്നതായിട്ട് എന്ത് ചെയ്യുക, അത് എഴുതുക. അങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് വളരെ പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്യും, വളരെ പെട്ടെന്ന് തന്നെ കോപ്പി ചെയ്തെടുക്കും. അതിനാണ് പ്രസൻറ്റ് ടെൻസിൽ എഴുതാൻ പറയുന്നത്. പാസ്റ്റിലല്ല, ഫ്യൂച്ചറിലല്ല, പ്രസൻറ്റിൽ എഴുതുക. ഇപ്പം ഞാനൊരു സിമ്പിൾ പറയാം. ഞാൻ എഴുതുകയാണ്, ഞാൻ ഇഷ്ടപ്പെട്ട കാർ എനിക്ക് ലഭിക്കുന്നു, നന്ദി. എനിക്കിഷ്ടപ്പെട്ട കാർ എനിക്ക് ലഭിക്കുന്നു, നന്ദി. ഒരു എക്സാമ്പിളാണ് പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ എഴുതുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാറ്, ഇപ്പം ഞാൻ കാറിൻ്റെ കാര്യം പറഞ്ഞതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ കാറിൻ്റെ ചിത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിൽ കാണുക. ഏതാണ് കളറ്, ഏതാണ് നിങ്ങളുടെ കമ്പനി, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കാറിൻ്റെ കമ്പനി ഏതാണ്, എത്ര സീറ്റ് വേണം എന്ന് വേണ്ട സകല കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, മനസ്സിൽ കാണുക. അങ്ങനെ നിങ്ങൾ മനസ്സിൽ കണ്ടു കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അത് ഇമേജിൻ്റെ രൂപത്തിൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇമോഷനും കൂടെ അനുഭവിക്കുക. വളരെ വിശ്വാസത്തോടു കൂടി ചെയ്യണം ഇത്. രണ്ട് മനസ്സോടു കൂടി ചെയ്യരുത്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, രണ്ട് മനസ്സോടു കൂടി ചെയ്യരുത്. വളരെ സന്തോഷത്തോടു കൂടി, വളരെ വിശ്വാസത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, ഇത് എഴുതുക. എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ജേർണലിംഗ് പുസ്തകത്തിൽ ഇത് അടച്ചു വെക്കാം. നിങ്ങൾ എഴുതുന്ന ജേർണലിംഗ് പുസ്തകം ഉണ്ടല്ലോ, അതിലിത് അടച്ചു വെക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അതിനെക്കുറിച്ച് വിഷ്വലൈസേഷൻ ചെയ്യുക. 7 ദിവസം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പുസ്തകത്തിൽ ഇത് അടച്ചു വെക്കുക. പച്ച കളറിലെ പേപ്പറിൽ എഴുതിയിട്ട് അടച്ചു വെക്കുക. 7ാമത്തെ ദിവസം നിങ്ങളിത് എഴുതി എടുത്ത് വായിക്കുക. 7ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് കാര്യമാണോ നടക്കുന്നത്, നിങ്ങൾ തീവ്രമായി വിശ്വസിക്കുന്നത്, ആ കാര്യം നടന്നിട്ടുണ്ടാവും, അത് വേറെ കാര്യം. 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഇതെടുത്ത് നോക്കുമ്പം നിങ്ങളുടെ കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടാവാം. അത്രയും വിശ്വാസത്തോടെ ചെയ്യുന്ന ആളോടാണ് ഞാൻ പറഞ്ഞത്. ഇത് രണ്ട് ഡൗട്ടായിട്ടോ മാനസികമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ടോ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ 100% വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ. നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യം തീർച്ചയായും നിങ്ങളെ തേടിയെത്തും. ഇത് നടന്നില്ലല്ലോ, എപ്പോൾ നടക്കുന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ആഗ്രഹിക്കാനുള്ളത് ആഗ്രഹിക്കുക, നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക. ഇതെപ്പോൾ എത്തും, എങ്ങനെ എത്തും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുക, നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും. നിങ്ങളുടെ മനസ്സിൽ ഇത്രയും സമയം നിങ്ങൾ കൊടുത്ത തരംഗ ദൈർഘ്യം ഉണ്ടല്ലോ, അത് നിങ്ങളായിട്ട് തന്നെ വലിച്ചെടുക്കും.
എപ്പോൾ സംഭവിക്കും, എപ്പോൾ കിട്ടും, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഒരു വിശ്വാസക്കുറവാണ് കാണിക്കുന്നത്. വിശ്വസിക്കുന്നത്, പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ഇത് നടന്നു കഴിഞ്ഞു എന്ന ആ ഒരു പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയും മനോചിത്രത്തോടു കൂടിയും അവർ ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന ആ നിമിഷത്തിൽ അവർക്ക് എല്ലാം അവരിലേക്ക് വന്നെത്തും. അപ്പം ഈ ഒരു പച്ച പേപ്പർ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്നിക്ക് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആത്മാർത്ഥമായ വിശ്വാസത്തോടെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കും, അത്ഭുതം സംഭവിക്കും. അപ്പം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും എല്ലാ വീഡിയോസും ലഭിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ.